നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞ ശുപാർശ പാസാക്കി നടപ്പിൽ വരുത്തി എന്ന് പറഞ്ഞു ആഹ്ലാദ പ്രകടനം നടത്തുന്ന കൂട്ടരെ ഇവിടെ ന്യൂനപക്ഷത്തെ കുടിച്ചു മൂടാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരായി ചടകുളഞ്ഞെഴുതിയിട്ട് അക്കാര്യം ഏറ്റെടുക്കാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ചുളക്കുട്ടികൾ തയ്യാറാകുന്നു. അതിന് തയ്യാറാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇവിടെ എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി വേണ്ട, എന്റെ മകന് ഗവൺമെന്റ് ജോലി വേണ്ട, എന്റെ സഹോദരന് ഗവൺമെന്റ് ജോലി വേണ്ട. ഈ ഇരിക്കുന്ന അരിമീങ്ങൾക്കെല്ലാം അവരുടെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാനല്ല അവർ പറയുന്നത്. സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചപ്പോഴും ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിൽ അതിന്റെ പാഠ്യ പദ്ധതികളും പുസ്തകങ്ങളും ഒക്കെ രചിച്ചപ്പോൾ അക്രമങ്ങൾ അഴിച്ചുവിട്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തി എല്ലാ എതിർപ്പുകളും നടത്തിയിട്ട് കേരളത്തിൽ 50 കൊല്ലം കൊണ്ട് സാധിച്ചെടുക്കാൻ മറുഭാഗത്തിന് കഴിഞ്ഞ അത്രയും 10 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ ഇവിടുത്തെ സുന്നത്തിന്റെ മഹത്തിന് കഴിഞ്ഞു. പോരാ, അതിന്റെ അപ്പുറത്ത് ഇന്ന് നിങ്ങൾ പോയി നോക്കൂ. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഏറ്റവും വലിയ ഓഫീസ് ന്യൂഡൽഹിയുടെയും ഓൾഡ് ഡൽഹിയുടെയും ഒത്തുചേരുന്ന സ്ഥലത്ത് ദറിയാഗഞ്ച് ഔറംഗസീബ് രാജാവിന്റെ മകൾ സീനത്ത് ബീവി നിർമ്മിച്ച പള്ളി, ആ പള്ളിയുടെ തൊട്ടടുത്ത അതിവിശാലമായ കെട്ടിടം ഇന്ന് നമ്മുടെ കൈവശത്തിലാണ്. ആ കെട്ടിടത്തിൽ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്, സ്ഥാപനം പ്രവർത്തിക്കുകയാണ്. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് ഞങ്ങൾ പല സ്ഥലത്തും അംഗീകാരം നേടിക്കഴിഞ്ഞു. എന്തിനേ പറയുന്നു, മോഡിനെ കൊണ്ട് ഞങ്ങൾ ഒപ്പുവെപ്പിച്ചില്ലേ? ഗുജറാത്തിലെ മോഡിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. എന്താ മോഡിനെ കൊണ്ട് ഇതിനാ ഒപ്പുവെപ്പിക്കുന്നത്? കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മദ്രസ പാഠപുസ്തകം ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതില്ല. എന്നാൽ ഗുജറാത്തിലും യു.പിയിലും ബീഹാറിലുമൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കണം. മദ്രസകളിൽ വെച്ചാണ്, സ്കൂളുകളിൽ വെച്ചാണ് മദ്രസ പാഠം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അംഗീകരിക്കണം. വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ എ.കെ. അബ്ദുൽ ഹമീദ് സാഹിബ്, ഞാനും അദ്ദേഹവും ഗുജറാത്തിൽ അവിടെ മുഴുവൻ മദ്രസകളുടെ മാനേജ്മെന്റും അധ്യാപകരും ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഞങ്ങളത് വിശദമായി അവർക്ക് പഠിപ്പിച്ചു. എന്നാൽ പിന്നെ ഗുജറാത്തിൽ മുഴുവനും നമ്മുടെ പുസ്തകം അംഗീകരിക്കാം എന്നവർ തീരുമാനിച്ചു. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് മദ്രസകളിൽ അംഗീകരിക്കാനുള്ള, പഠിപ്പിക്കാനുള്ള അനുമതി വേണം. മോഡിയുടെ ഒപ്പ് തരാമെങ്കിൽ ബീഹാർ ഗവൺമെന്റിന്റെ ഒപ്പ് നമുക്ക് ലഭിച്ചു എങ്കിൽ, ഒറീസയിൽ നമുക്ക് ഒപ്പ് ലഭിച്ചു എങ്കിൽ, ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ കളിപ്പിച്ച് നമ്മളെ പുറന്തള്ളുകയാണെങ്കിൽ ആ പരിപ്പ് ഇനി ഇവിടെ പോല
അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ തമാശ പറയുന്നതല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് കക്ഷിയില്ല. ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സമുദായത്തിന് ഗുണം ചെയ്യണം. ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകൾ മാത്രമല്ല, ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവരും ജൈനനും ബുദ്ധനും ആര് കടന്നു വന്നാലും ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട്. ജനറൽ സ്വഭാവമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ സ്വഭാവം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം തന്നുകൂടാ? അപ്പോൾ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വളർന്നുകൂടാ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ കുറച്ചൊക്കെ വളർന്നാലും മതഭൗതിക വിദ്യാഭ്യാസം ഒന്നായി സംയോജിപ്പിക്കുന്ന ആളുകൾ ഇവിടെ വളർന്നുകൂടാ എന്ന ചിന്തയാണ് അതിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്ര കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മുസൽമാന്മാർക്ക് വേണ്ട, ഇമാം നബി പഠിപ്പിക്കാത്ത, ഇമാം മുത്താലി പഠിപ്പിക്കാത്ത, ഇമാം റാഫി പഠിപ്പിക്കാത്ത ഒരു വിഷയം നമുക്ക് കാണാൻ സാധ്യമല്ല. അതെല്ലാം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ചതാണ് എങ്കിൽ ആ ഇമാം ഷാഫി തങ്ങൾ പഠിക്കാത്ത, അവിടുന്ന് പറയാത്ത ഒരു ഭൗതികവും അഭൗതികവും ഒറ്റ കാര്യവും ഇവിടെ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആലിമ്യങ്ങൾ നന്നായി പഠിക്കണം. ഇന്ന് യൂറോപ്യൻ നാട്ടിൽ പത്രങ്ങളിൽ വരികയും അതിനെ എതിർക്കാൻ അറബ് രാഷ്ട്രം തന്നെ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗള ശരീഫും അവിടുത്തെ പച്ചക്കുപ്പയും തച്ചുടക്കണമെന്ന് പറഞ്ഞ ബിദ്ഈ പ്രസ്ഥാനക്കാരൻ നമ്മുടെ കേരളത്തിലുണ്ട്. അവരാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആദ്യമായി നിസ്സാരപ്പെടുത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. സൽമാൻ റുഷ്ദിയും അതുപോലുള്ള ആളുകൾ പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവർ ഇവിടുത്തെ കേരളത്തിലെ വഹാബികളും കേരളത്തിലെ മൗദൂദികളും കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. SSFന്റെ വിദ്യാർത്ഥികളോട്